ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓംസിലാണ് കണ്ടത്. ഓംസിലെ ഒരു സർക്യൂട്ടിലെ കറണ്ട്, റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഇതെല്ലാം തമ്മിലുള്ള ഒരു റിലേഷനാണ് ഓംസിലോ കാണിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് I is equal to V by R അല്ലെങ്കിൽ V is equal to I into R അല്ലെങ്കിൽ R is equal to V by I. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒന്ന് രണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ calculate the resistance in a circuit if the voltage is 40 volt and the current flowing is 4 ampere. ഒരു സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 40 വോൾട്ട് ആണ്. അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് 4 ആംപിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. നേരെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. V is equal to 40 volt, I is equal to 4 ampere. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് R is equal to V by I. That's equal to 40 by 4 is equal to 10 ohm. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. If a lamp of 80 ohm resistance takes a current of 0.75 ampere, what is the voltage required to light it? ഒരു ലാമ്പ് അതിന്റെ റെസിസ്റ്റൻസ് 80 ഓം ആണ്. അത് 0.75 ആംപിയർ കറണ്ട് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലാമ്പ് ലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. കറണ്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ V is equal to I into R. അപ്പൊ നമുക്ക് R 80 ohm into 0.75 ampere. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 80നെ നമ്മൾ 0.75 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60 ആണ്. 60 വോൾട്ട് ആണ് നമുക്ക് ആ ഒരു ലാമ്പ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്മൾ പോസിറ്റീവില്ലേ. ഇനി നമുക്ക് വരുന്നതായിട്ടുള്ള അടുത്ത ഒരു ടേം അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അത് നോക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് പോയിന്റ്സ്. അതായത് ഒരു കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2-3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഒന്നാമത് അതിന്റെ ലെങ്ത്, ആ കണ്ടക്ടറിന്റെ ലെങ്ത്. അപ്പോ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഒരു കണ്ടക്ടറിന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ നേർ അനുപാതത്തിലാണ് അതിന്റെ റെസിസ്റ്റൻസ്. കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടി വരും. അതുപോലെ അതിന്റെ ആ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ, അതായത് ആ എൻഡ് ഫേസ്, ആ ഛേദമുഖം, ആ ക്രോസ് സെക്ഷന്റെ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്. അപ്പോ ലെങ്ത്തിന് നേരനുപാതത്തിലും, അതായത് ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. അതേസമയം അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ വണ്ണോ തിക്നെസ്സോ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലോ കറണ്ട്, അതിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ കൂടുതൽ ഈസി ആയിട്ട്, അതായത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ ക്രോസ് സെക്ഷൻ ഏരിയക്ക് യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്താൽ ആർ പ്രൊപ്പോർഷണൽ ടു L by A എന്ന് കിട്ടും. അതായത് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതുപോലെ ക്രോസ് സെക്ഷൻ ഏരിയക്ക് യൂണിവേഴ്സലി പ്രൊപ്പോർഷണലും.
അപ്പൊ ഈ R പ്രൊപ്പോർഷൻ ടു L ബൈ A എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പ്രൊപ്പോർഷൻ എടുക്കുമ്പോൾ അതിനൊരു ഇക്വേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റിന് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് അത് നമുക്കറിയാം എല്ലാ പ്രൊപ്പോർഷൻസിലും നമുക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു കോൺസ്റ്റന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ഈ കേസിൽ R പ്രൊപ്പോർഷണൽ ടു L ബൈ A എന്ന് പറയുമ്പോൾ R ഈസ് ഇക്വൽ ടു റോ ഇൻറ്റു L ബൈ A. ഇത് റോ എന്നാണ് പറയാ. ഈ റോ എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇനി സ്പെസിഫിക് റെസിസ്റ്റൻസ് നമ്മൾ ഡെഫിനേഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയയും ഉള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A എന്നുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ എല്ലും 1 ആണ്. R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 1/1. അതായത് ലെങ്ത്തും 1 ആണ്, ക്രോസ് സെക്ഷൻ ഏരിയയും 1 ആണെന്നുണ്ടെങ്കിൽ R ഈസ് ഈക്വൽ ടു റോ. അപ്പൊ യൂണിറ്റ് ലെങ്ത്തില് യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയയും ഉള്ള ഒരു കണ്ടക്ടർ, അതായത് ഇപ്പൊ നമ്മൾ സെന്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ 1 സെന്റിമീറ്റർ ലെങ്ത്തും 1 സെന്റിമീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഏരിയയും ഉള്ള ഒരു കണ്ടക്ടറിന്റെ അതിനകത്ത് വരുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അത് നമ്മൾ ഏത് മെറ്റീരിയൽ എടുത്താലും ആ ഒരു റിലേഷൻ സെയിം ആണ്. അപ്പൊ നമ്മൾ സെന്റിമീറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 1 സെന്റിമീറ്ററും 1 സെന്റിമീറ്റർ സ്ക്വയർ. മീറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഏരിയയും ഉള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്. അതാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല. R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A. ഇവിടെ L എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ ലെങ്ത്, A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ, റോ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സ്പെസിഫിക് റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇഫ് എ വയർ ഹാവിംഗ് ഏരിയ 25 സെന്റിമീറ്റർ, ആ ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ആണ്, area 25 centimeter square and length 9 centimeter. Find the resistance of the wire. അതിന്റെ കൂട്ടത്തില് നമുക്ക് ആ റോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ R is equal to റോ ഇൻറ്റു L by A. That's equal to 0.75 into L, 9 centimeter divided by 25. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.270. അതാണ് ഇതിന്റെ റെസിസ്റ്റൻസ്. ഇനി നമുക്ക് റെസിസ്റ്റൻസിന്റെ പല രീതിയിലുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് സീരീസ് കണക്ഷൻ ആണ്. റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് നമ്മൾ സാധാരണ സർക്യൂട്ടിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ റെസിസ്റ്റൻസ് ഒന്നിനും പുറകെ ഒന്നായിട്ട്, അതായത് ഒന്നിനോട് ഒരെണ്ണത്തിന്റെ എൻഡിൽ നിന്ന് മറ്റേതിന്റെ സ്റ്റാർട്ട്, അതുപോലെ അതിന്റെ എൻഡിൽ നിന്ന് അടുത്തതിന്റെ സ്റ്റാർട്ട്, അങ്ങനെ നമ്മൾ ഒരേ ലൈനിൽ അല്ലെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് ആണ്. അപ്പൊ നമ്മൾ 3 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഒരു വോൾട്ടേജ് സോഴ്സ് V, അപ്പൊ അതിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ടോട്ടൽ സർക്യൂട്ടിൽ കൂടി ഇത് ഒരു സിംഗിൾ പാത്താണ്. അപ്പൊ ആ ടോട്ടൽ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈക്വൽ കറണ്ട് ആയിരിക്കും ഓരോ റെസിസ്റ്റൻസിൽ കൂടിയും കറണ്ട് കടന്നു പോകുന്നത്.
അപ്പോൾ ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആകെ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3. അപ്പൊ നമ്മൾ കൂടുതൽ റെസിസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അനുസരിച്ച് അങ്ങനെ പോകും. അപ്പൊ സീരീസ് കണക്ഷനിൽ എപ്പോഴും ഈ റെസിസ്റ്റൻസിന്റെ അപ്പോൾ നമ്മളൊരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ ഈ ഇതിന്റെ അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ V ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് I=V/R. അതായിരിക്കും ടോട്ടൽ കറണ്ട്. അപ്പൊ ഈ ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര ആയാലും ആ ഓരോ റെസിസ്റ്റൻസിലും കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ അളവ് സെയിം ആയിരിക്കും സീരീസ് കണക്ഷൻ ആയതുകൊണ്ട്. പിന്നെ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ച് ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ട് വരുന്ന ഈ ടോട്ടൽ വോൾട്ടേജ് ആണ് ഈ 3 വോൾട്ടേജിലും കൂടി ഡിവൈഡ് ചെയ്ത് വരുന്നത്. അപ്പൊ ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് V1 equal to I into R1, V2 equal to I into R2, V3 equal to I into R3. അപ്പൊ ഇതായിരിക്കും ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. അത് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസം വരും. കാരണം കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്നതെല്ലാം സെയിം കറണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് V എന്ന് പറയുന്നത് V is equal to V1 പ്ലസ് V2 പ്ലസ് V3. ഈ രീതിയിലാണ് നമ്മൾ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് 1-2 ചെറിയ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഒന്നും ചെയ്യില്ല. 4 റെസിസ്റ്റൻസിന്റെ വാല്യൂ കൊണ്ട് ആഡ് ചെയ്താൽ മതി. 3 റെസിസ്റ്റേഴ്സ്, അതായത് 3 വയേഴ്സ്, ഒരെണ്ണത്തിന്റെ 3 ഓം, അടുത്തതിന്റെ 5 ഓം, അടുത്തതിന്റെ 9 ഓം, അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ജസ്റ്റ് ആഡ് ചെയ്യാം. R1 പ്ലസ് R2 പ്ലസ് R3 3 പ്ലസ് 5 പ്ലസ് 9 3 5 8 9 17 ഓം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 3 റെസിസ്റ്റൻസസ് ഓഫ് 40 ohm, 60 ohm and 80 ohm are connected in series across a voltage source of 220 volt. What is the current flowing in the circuit? 3 റെസിസ്റ്റൻസസ്, ഒരെണ്ണം 40 ഓം, ഒരെണ്ണം 60 ഓം, മൂന്നാമത്തത് 80 ഓം. ഇത് 3 കൂടി 220 വോൾട്ടേജ് വരുന്ന ഒരു വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു സീരീസ് ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുണ്ട് വോൾട്ടേജ് 220 വോൾട്ട്, അതുപോലെ 3 റെസിസ്റ്റൻസ്. അപ്പൊ R is equal to R1 plus R2 plus R3, that's equal to 40 plus 60 plus 80 equal to 180 ohm. ഇനി I is ഓംസിന് അനുസരിച്ച് I is equal to V/R, that's equal to 220/180, that's equal to 220 നമ്മൾ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1.22 ആംബിയർ, 1.22 ആംബിയർ ആണ് നമുക്ക് ഇതിന്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ സീരീസ് കണക്ഷനിലുള്ള പ്രോബ്ലംസ് വരുന്നത്. അതിനകത്ത് റെസിസ്റ്റൻസ്, വോൾട്ടേജ്, കറണ്ട്, ഈ 3 ഫാക്ടേഴ്സ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് ഏതാണ് തന്നിട്ടുള്ളത്, ഏതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിന് ബേസ് ചെയ്ത് ഞാൻ ഇപ്പോൾ പറയാറുള്ളത് പോലെ നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഈ സീരീസ് കണക്ഷനിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. റെസിസ്റ്റൻസ് ആയാലും അത് ടോട്ടൽ റെസിസ്റ്റൻസ് അതിന്റെ അഡീഷണൽ അതിന്റെ സമ്മാണ്. അതുപോലെ ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ നോക്കിയാലും ആ ടോട്ടൽ വോൾട്ടേജ് അത് 3 വോൾട്ടേജ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് ശേഷം നമുക്ക് ഇനി വരുന്നത് പാരലൽ കണക്ഷൻ ആണ്. അത് ഇത്ര എളുപ്പമല്ല, അല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.
ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഇത് നമ്മൾ നോട്ട്സിലേക്ക് പകർത്തുക, കൃത്യമായിട്ട് റെഗുലറായിട്ട് തന്നെ അത് ചെയ്തു പോവുക, പഠിച്ചു പോവുക. അല്ലെങ്കിൽ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു.